ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൂമീസ് വ്ലോഗ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുമായിട്ട് ഒരു സന്തോഷ വാർത്ത പങ്കുവെക്കാനാണ് കേട്ടാ. അപ്പൊ മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, എല്ലാവരും പോലെ തന്നെ എന്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഞാൻ ഈ ഒരു സന്തോഷ വാർത്ത നിങ്ങളുമായിട്ട് അറിയിക്കണം എന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഒന്ന് ചെയ്യുന്നത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്നേഹവും സപ്പോർട്ടും ഉള്ളത് കൊണ്ട് മാത്രമാണ് എന്റെ ചാനൽ ഇങ്ങനെ മോണിറ്റൈസേഷൻ ആയത്. അപ്പൊ ഇനിയും നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹമൊക്കെ ഇനിയും ഉണ്ടാവണം. പിന്നെ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും, ഇങ്ങനെ എന്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയി എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ വീഡിയോ ചെയ്യാനൊക്കെ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. എല്ലാവർക്കും മോണിറ്റൈസേഷൻ ആവാത്തവർക്കൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ മോണിറ്റൈസേഷൻ ആവട്ടെ. അപ്പൊ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഇട്ടാ. ഇനി എനിക്ക് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ വേണം കേട്ടോ. എല്ലാ യൂട്യൂബേഴ്സിന്റെ ഒരു സ്വപ്നമാണ് 1000 സബ്സ്ക്രൈബേഴ്സ് ആവുന്നതും ഇതുപോലെ 4000 വാച്ച് അവർ ആയിട്ട് മോണിറ്റൈസേഷൻ ആവണമെന്നൊക്കെ എല്ലാ യൂട്യൂബേഴ്സിന്റെ ഒരു സ്വപ്നമാണ്. ആ ഒരു സ്വപ്നമാണ് എനിക്കിവിടെ നടന്നിട്ടുള്ളത്. ഒരുപാട് സന്തോഷമുണ്ട്. ഓൾറെഡി ഹാഫ് മോണിറ്റൈസേഷൻ ആയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് തന്നെ മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ ആഡ്സെൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ വൈറ്റ് സ്റ്റുഡിയോയിൽ നമുക്ക് കാണും, മോണിറ്റൈസേഷൻ ആയ സമയത്ത് ആ ഒരു ഗ്രീൻ സിമ്പിൾ കാണും, ഡോളറിന്റെ ഒരു ഗ്രീൻ സിമ്പിൾ കാണും. ആ ഒരു സമയത്ത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷമാണ് നമുക്ക് ഉണ്ടാവുക. അത്രയും നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഓരോ വീഡിയോസ് എടുക്കുന്നതും. ഏതൊരു വീഡിയോസ് എടുക്കുന്ന എല്ലാ യൂട്യൂബർമാർക്കും അറിയാവുന്നതായിരിക്കും. നമ്മളിപ്പോ വീഡിയോസ് എടുക്കുമ്പോൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് വീഡിയോസ് എടുക്കുന്നുള്ളതും അത് എഡിറ്റ് ചെയ്യുമ്പോഴും വോയിസ് കൊടുക്കുമ്പോഴൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അതിനൊക്കെ ഉള്ള ഒരു ഫലമാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. അതൊരു ഒരുപാട് സന്തോഷമുള്ള ഒരു ടൈമാണ് ഈ ഒരു ഗ്രീൻ സിമ്പിൾ കാണുന്നത്. എന്റെ പേര് സജന എന്നാണ്. ഹസ്ബൻഡിന്റെ പേര് നിഷാദ്. ആള് വർക്ക് ചെയ്യുന്നത് ദുബൈ അജ്മാനിലാണ് കേട്ടാ. ഞങ്ങളെ വീട് തൃശ്ശൂർ ചാവക്കാടാണ്. ഗുരുവായൂരൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ എല്ലാവരും, അവിടെയാണ്. പിന്നെ ഞങ്ങൾക്ക് മക്കളില്ല. ഇത് എന്റെ സിസ്റ്ററിന്റെ മക്കളാണ് കേട്ടാ. എന്റെ മക്കൾ തന്നെ, എന്റെ സിസ്റ്ററുടെ മക്കൾ എന്റെ മക്കൾ തന്നെയാണ് കേട്ടാ. പിന്നെ എനിക്ക് പറയാനുള്ളത്, പ്രത്യേകിച്ച് പറയാനുള്ളത്, എന്റെ ഹസ്ബൻഡ് എനിക്ക് ഫുൾ സപ്പോർട്ടായിരുന്നു കേട്ടോ. ആളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും പിടിച്ചു നിന്നത്. പിന്നെ എന്റെ ഫാമിലി അവരും ഫുൾ സപ്പോർട്ടായിരുന്നു എന്റെ കൂടെ. പിന്നെ എന്റെ സിസ്റ്ററാണ് ഇതിനൊരു പ്രേരണ ഉണ്ടായിരുന്നത്. കാരണം ഞാൻ ഗൾഫിൽ പോയിട്ട് കുറച്ച് നാൾ ഗൾഫിൽ പോയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞൊരു വർഷം ഞാൻ ഒരു 6 മാസക്കാലം അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ഇരുന്നപ്പോ എനിക്ക് റൂമിൽ വെറുതെ ഇരിക്കായിരുന്നു ഞാൻ. അപ്പൊ അവിടെ അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് തോന്നിയത് എന്തായാലും ഒന്ന് തുടങ്ങാന്നുള്ളത്. നേരെ ഒന്നും പോകണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് തോന്നിയത് ഒന്ന് തുടങ്ങാന്നുള്ളത്. അപ്പൊ എന്റെ സിസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിനക്ക് വെറുതെ ഇരിക്കാൻ തുടങ്ങിക്കൂടെ, എങ്ങനെ ചെയ്തുകൂടെ എന്നൊക്കെ ആളാ പറഞ്ഞത്. അപ്പൊ അവിടെ വെച്ചിട്ടാണ് ഇത് തുടങ്ങിയത് ഞാൻ കേട്ടാ. അപ്പൊ എനിക്ക് എന്റെ ഒരു ഫ്രണ്ടും കൂടിയിട്ടാണ് ഇത് ഐഡിയ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് തന്നത്. എന്റെ ഫ്രണ്ടാണ്. ആളുടെ പേര് ഷെയ്ബ എന്നാണ് കേട്ടാ. പിന്നെ എനിക്ക് മെയിൽ ഐ ഡി ഒന്നും അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ആളാണ് എനിക്ക് മെയിൽ ഐ ഡി ഒക്കെ ക്രിയേറ്റ് ചെയ്ത് തന്നത്. അപ്പൊ എല്ലാവരുടെ സപ്പോർട്ട് എന്റെ കൂടെ അന്നുണ്ടായിരുന്നു. ഇനി നിങ്ങളുടെ സപ്പോർട്ടും കൂടി എന്റെ കൂടെ വേണം കേട്ടാ. പിന്നെ എന്റെ മക്കള് ഇവരും എനിക്ക് വീഡിയോസ് എടുക്കാനൊക്കെ ഫുൾ സപ്പോർട്ടാണ് കേട്ടാ. ഒരുപാട് സപ്പോർട്ടാണ് എന്റെ മക്കള്. അപ്പൊ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എന്റെ കൂടെ ഉണ്ടാവണം. ശരിക്കും ഇതിപ്പോ ഒരു വർഷത്തിന്റെ ഉള്ളിലാണ് നമുക്ക് ആവേണ്ടത്. എന്റേത് ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ. 2024 ജനുവരിയിലാണ് ഞാൻ തുടങ്ങി വെച്ചത്. പക്ഷെ എനിക്ക് ഒരു വർഷത്തിന്റെ ഉള്ളിൽ ആവാൻ കഴിഞ്ഞില്ല. ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ട്. ഒരു വർഷം ഒരു 6-7 മാസം ആയിട്ടുണ്ട് എനിക്കിപ്പോ ചാനൽ തുടങ്ങിയിട്ട്. പക്ഷെ അത് എന്റെ കുഴപ്പം കൊണ്ട് തന്നെ ആയിരുന്നു. ഞാൻ ആദ്യം ഷോർട്സ് മാത്രമേ ഇട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഞാന് വീഡിയോസ് ഒക്കെ കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ സീരിയസ് ആയിട്ട് ഇട്ട് തുടങ്ങിയത്. ആദ്യം ഷോർട്സ് ഇട്ട് കാരണം തന്നെ എനിക്ക് അതിനെ കുറിച്ച് അറിയില്ലായിരുന്നു. അത് അറിഞ്ഞു വന്നപ്പോ കുറച്ച് വൈകി. അതിന് ശേഷമാണ് ഞാൻ വീഡിയോസ് ഒക്കെ കാര്യമായിട്ട് ഇട്ട് തുടങ്ങിയത് കേട്ടോ. പിന്നെ എനിക്ക് തമ്പനയിൽ കൊടുക്കണതൊന്നും അറിയില്ലായിരുന്നു. തമ്പനയിൽ കൊടുത്തെങ്കിലാണ് വീഡിയോസ് ഒക്കെ കുറച്ചുകൂടി റീച്ച് ആവുള്ളൂ എന്നുള്ള കാര്യമൊന്നും ആദ്യം അറിയില്ലായിരുന്നു. അപ്പൊ അതൊക്കെ എനിക്ക് അറിഞ്ഞത് ഇതൊക്കെ കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ്. പിന്നെ നമുക്ക് ഷോർട്സ് വെച്ചിട്ടൊക്കെ മോണിറ്റൈസേഷൻ ചെയ്യാവുന്നതാണ് കേട്ടോ. പക്ഷെ അത് അത്രയും കഴിവുള്ളവരായിരിക്കും. ഷോർട്സ് ഒക്കെ ചെയ്യുമ്പോൾ അത് വ്യൂവേഴ്സ് എല്ലാം ഇങ്ങനെ എന്താ പറയാ, സ്കിപ്പ് ചെയ്യാതെ കണ്ടിരിക്കണം. അല്ലെങ്കിൽ മാത്രമാണ് നമുക്ക് ഷോർട്സ് വെച്ചിട്ടൊക്കെ നമുക്ക് മോണിറ്റൈസേഷൻ ആക്കാൻ പറ്റുള്ളൂ. പിന്നെ എനിക്ക് ഈ യൂട്യൂബിനെ കുറിച്ചിട്ടൊന്നും കൂടുതൽ അറിയില്ലായിരുന്നു. അപ്പൊ ഞാൻ യൂട്യൂബിൽ തന്നെ ഒരാളായിട്ട് പരിചയപ്പെട്ട് അതിൽ തന്നെ ഒരു ടെക് ചാനൽ ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. ജിജോ എന്നാണ് ആളുടെ പേര്. അപ്പൊ ആളുടെ നമ്പറൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ഡൗട്ടൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞപ്പോ ഞാൻ ആളായിട്ട് കോൺടാക്ട് ചെയ്തു. അപ്പൊ ആള് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞ് വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ആയാൽ എല്ലാ ഡൗട്ടുകളൊക്കെ തീർത്ത് തരുന്നതാണെന്ന് പറഞ്ഞു. അങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ ആഡായി. അതിനുശേഷമാണ് വീഡിയോസ് എങ്ങനെ ഇടണം, ഏത് രീതിയിൽ ഇട്ടാലാണ്, ഏത് സമയത്ത് ഇട്ടാലാണ് നമുക്ക് വാച്ച് ഓവറൊക്കെ ഇങ്ങനെ വ്യൂസ് ഒക്കെ കൂടുതൽ കിട്ടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആള് ഡൗട്ടൊക്കെ പറഞ്ഞു തന്ന്. പിന്നെ യൂട്യൂബിനെ കുറിച്ച് ഏത് ഡൗട്ട് വേണമെങ്കിലും ആളുടെ അടുത്ത് ചോദിച്ചാൽ മതി കേട്ടോ. അപ്പൊ ആള് നമുക്ക് എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്. അപ്പൊ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ആളുടെ നമ്പർ ഇതിൽ ഇടാം. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ ഒന്ന് അതിൽ വിളിച്ച് സംശയങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ്. ആള് ഇതിനായിട്ടുള്ള ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ആൾക്ക് ഉള്ളതാണ് കേട്ടോ.
നമുക്കിപ്പോ ഒരു വർഷം കൊണ്ടൊന്നും മോണിറ്റൈസേഷൻ ആയില്ല എന്ന് പറഞ്ഞിട്ട് ആരും ചാനലൊന്നും നിർത്തി പോകരുത്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കണം. വ്യൂസ് കുറവാണെങ്കിലും നമ്മൾ വീഡിയോസ് ഇട്ടുകൊണ്ടേ ഇരിക്കണം. നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ക്ലിക്ക് ആയാൽ മതി, ഒറ്റ വീഡിയോ ക്ലിക്ക് ആയാൽ തന്നെ നമ്മുടെ ചാനലിൽ പെട്ടെന്ന് തന്നെ മോണിറ്റൈസേഷൻ ആവുന്നതാണ് കേട്ടോ. അപ്പൊ ആരും ടെൻഷനൊന്നും വേണ്ട, ആരും ഇത് ആയില്ലല്ലോ എന്ന് വെച്ചിട്ട് നിർത്തി പോവാനൊന്നും നിൽക്കരുത്. അപ്പൊ ഞാനും അങ്ങനെ നിർത്തി പോകണമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷെ ഞാൻ പിന്നെ എന്നോട് ഞാൻ പറഞ്ഞല്ലോ ജിജോനെ കുറിച്ചിട്ട്, ആള് പറഞ്ഞ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക, അപ്പോ നമുക്ക് എന്തായാലും മോണിറ്റൈസേഷൻ ആവും ഉറപ്പാണെന്ന് ആളുടെ ഒരു പറഞ്ഞ വാക്കുകൊണ്ടാണ് പിന്നെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നിരുന്നത്. അപ്പൊ എന്തായാലും നിങ്ങളും ഇതുപോലെ തന്നെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടിട്ട് അതുപോലെ മോണിറ്റൈസേഷൻ ആക്കാൻ നോക്കണം, ആരും നിർത്തി പോകരുത് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു ഗ്രൂപ്പിനെ കുറിച്ചിട്ട്, ഞാൻ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ആയാൽ പിന്നെയാണ് എനിക്ക് വീഡിയോസ് ഒക്കെ കറക്റ്റ് ആയിട്ട് ഇടാൻ പറ്റുന്നത്. അപ്പൊ ആ ഗ്രൂപ്പിൽ ആഡ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയൊരു എമൗണ്ട്, മറ്റുള്ളവരെ പോലെ ഒന്നും വലിയ വലിയ എമൗണ്ട് ഒന്നും നമുക്ക് കൊടുക്കേണ്ട കാര്യമില്ല. ചെറിയൊരു എമൗണ്ട് മാത്രം നമ്മൾ കൊടുത്താൽ മതി. നമ്മളെ പോലത്തെ സാധാരണക്കാർക്ക് പറ്റാവുന്ന ഒരു എമൗണ്ട് ആണ് ആൾ പറയുള്ളൂ. ആ ഒരു എമൗണ്ട് കൊടുത്തിട്ടാണ് നമ്മൾ അതിൽ ആഡ് ആവേണ്ടത് കേട്ടോ. എനിക്ക് ആ ഗ്രൂപ്പിൽ ആഡ് ആയതിനു ശേഷമാണ് എന്റെ വീഡിയോസ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ട് തുടങ്ങിയതും. കണ്ടിന്യൂസ് വെച്ചാല് ആദ്യം ഇടക്കൊക്കെ വല്ലപ്പോഴൊക്കെയാണ് ഇട്ട് തുടങ്ങിയിരുന്നുള്ളൂ. ഇപ്പൊ എന്ന് വെച്ചാല് ഞാൻ കറക്റ്റ് ടൈമിന് തന്നെ ഇടുന്നുണ്ട്. അപ്പൊ നമുക്ക് എപ്പോഴും കറക്റ്റ് ടൈം നോക്കണം. പിന്നെ അതുപോലെ തന്നെ വീഡിയോസ് ഇടുന്ന ഒരു ദിവസം കറക്റ്റ് ആക്കണം. അങ്ങനെയൊക്കെ ആണെങ്കിലാണ് നമ്മളെ വീഡിയോസ് ഒക്കെ കയറി പോവുള്ളൂ. ഞാനൊക്കെ തോന്നുന്ന സമയത്താണ് ഇട്ടിരുന്നത്. ഇപ്പൊ അതിന് ശേഷമാണ് ഈ ഗ്രൂപ്പിൽ ആഡ് ആയതിനു ശേഷമാണ് കറക്റ്റ് ആയിട്ടുള്ള വീഡിയോസ് ഇടുന്ന തമ്പനയിലൊക്കെ സെറ്റ് ആക്കണമൊക്കെ അതിൽ നിന്നാണ് ഞാൻ പഠിച്ചത് കേട്ടോ. അപ്പൊ ആളാണ് എല്ലാം പറഞ്ഞു തന്നിട്ടുള്ളത്. നമ്മുടെ ഡൗട്ടൊക്കെ ആളാണ് ക്ലിയർ ചെയ്ത് തന്നിട്ടുള്ളത്. പിന്നെ ഡൗട്ട് മാത്രമേ ക്ലിയർ ചെയ്ത് തരുള്ളൂ കേട്ടോ. നമുക്ക് വാച്ച് അവർ കൂട്ടി തരുന്ന കാര്യമൊന്നും ആള് ചെയ്യില്ല. നമുക്ക് ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്ത് തരും ആള്. ഞാനിപ്പോൾ ആ ഗ്രൂപ്പിൽ ആഡ് ആയിട്ട് ഒരു വർഷമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ഓരോ കാര്യങ്ങളും അവർ പറഞ്ഞതുപോലെ ചെയ്തതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയെങ്കിലും ഒന്ന് ആയി കിട്ടിയത് കേട്ടോ. പിന്നെ എനിക്ക് അതിൽ നിന്ന് തന്നെ കുറച്ച് ഫ്രണ്ട്സുകളെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പലരും പല സ്ഥലങ്ങളിലുള്ളവരാണ്. എല്ലാവരും നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള ഫ്രണ്ട്സുകളാണ് കേട്ടോ. ഒരുപാട് സ്ഥലങ്ങളിലുള്ള ആൾക്കാരായിട്ട് എനിക്ക് പരിചയപ്പെടാൻ പറ്റി ആ ഗ്രൂപ്പ് കൊണ്ട്. പിന്നെ എനിക്ക് ഇതില് ഈ യൂട്യൂബ് ചാനൽ വന്നതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ മാത്രമല്ല ഇതൊരു എന്റർടൈൻമെന്റും കൂടിയിട്ടാണ് നമുക്ക് കിട്ടുക. അപ്പൊ എന്റെ മനസ്സിലൊക്കെ ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ് ഞാൻ. അപ്പൊ എനിക്ക് അതിൽ നിന്നൊക്കെ ഒരു മുക്തി കിട്ടിയത് ഈ ഒരു യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങിയത് കൊണ്ടാണ്. ഒരു എന്റർടൈൻമെന്റും നമ്മുടെ ഒരു സൈഡ് ബിസിനസ്സും കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു യൂട്യൂബ് ചാനല്. അപ്പോ എല്ലാവരും സപ്പോർട്ട് ഞാൻ ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ നമ്മള് വാട്സപ്പിലൊക്കെ ഷെയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. വാട്സപ്പിലൊക്കെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വാട്സപ്പിലുള്ള ആളുകളുടെ ആ ഒരു ഇതാണ് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ ആദ്യം ഷോർട്സ് ഒക്കെ ഇടുമ്പോൾ വാട്സപ്പിലൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തിരുന്നു. അപ്പൊ നമുക്ക് യൂട്യൂബ് റെക്കമെൻഡേഷൻ ഉണ്ടാവില്ല. വാട്സപ്പിലുള്ള ആളുകളുടെ ആ ഒരു വ്യൂസ് ആണ് നമുക്ക് കിട്ടിയിരുന്നത്. പിന്നെ ഞാൻ അതൊക്കെ നിർത്തിയതിന് ശേഷമാണ് എനിക്ക് ഷോർട്സിനൊക്കെ വ്യൂസ് കിട്ടി തുടങ്ങിയതൊക്കെ അങ്ങനെയാണ് കേട്ടോ. ഞാൻ ഷെയർ ചെയ്യലൊക്കെ നിർത്തി. അതിനുശേഷമാണ് എനിക്ക് കിട്ടി തുടങ്ങിയത്. പിന്നെ നമ്മള് കുറെ കഴിഞ്ഞതിന് ശേഷമുള്ള പഴയ വീഡിയോസ് ഒക്കെ എപ്പോഴെങ്കിലും ഒക്കെ നമുക്ക് വാട്സപ്പിൽ ഇടാം. പക്ഷെ അപ്പൊ യൂട്യൂബിന്റെ റെക്കമെൻഡേഷൻ നമുക്ക് കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വാട്സപ്പിലൊക്കെ ഷെയർ ചെയ്യാതിരിക്കുന്നതാണ് നമുക്ക് നല്ലത് കേട്ടോ. ഏതൊരു ചാനൽ തുടങ്ങുന്നുണ്ടെങ്കിലും ഇപ്പൊ എന്നെ പോലത്തെ ഒരു ചെറിയ ചാനലുകാരോടാണ് ഞാൻ പറയുന്നത്. വലിയ ആൾക്കാരോടൊന്നും എനിക്ക് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ചെറിയ ചാനലുകാരൊക്കെ തുടങ്ങുമ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ വീഡിയോസിന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ കൊടുക്കാറുണ്ട്. ഞാനും കൊടുക്കാറുള്ളതാണ് കേട്ടോ. അപ്പൊ നമ്മുടെ വോയിസ് ഹൈലൈറ്റ് ആയി നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ കൊടുക്കാനായിട്ട്. ചില വീഡിയോസ് ഒക്കെ ഞാൻ കാണുമ്പോൾ മ്യൂസിക്കും അവരുടെ വോയിസും തമ്മിൽ എന്താ പറയണത് പോലും കേൾക്കാൻ പറ്റാത്ത രീതിയിലൊക്കെ ആവാറുണ്ട്. അപ്പൊ അതൊക്കെ കൊടുക്കുമ്പോ എല്ലാവരും ശ്രദ്ധിക്കാൻ അപ്പൊ ഞാൻ എന്റെ ഒരു ചെറിയ അറിവാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് കേട്ടാ. കാരണം എനിക്ക് പറ്റിയ തെറ്റ് നിങ്ങൾക്ക് പറ്റരുതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഞാനിപ്പോ ആ ഗ്രൂപ്പിൽ ആഡ് ആയതുകൊണ്ടാണ് എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാൻ കഴിഞ്ഞത്. അപ്പൊ ഇതൊന്നും അറിയാത്തവരുണ്ടാവും. അപ്പൊ അറിയാത്തവരുണ്ടെങ്കിലും അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യണം. വീഡിയോസ് ഇടുമ്പോ കറക്റ്റ് സമയം നോക്കണം. ശരിക്കും വൈകുന്നേരം ടൈമിലൊക്കെ വീഡിയോസ് ഇടാണ് കുറച്ചുകൂടി നല്ലത്. അപ്പൊ എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞിരിക്കണവരായിരിക്കും. അപ്പൊ വൈകുന്നേരം ഒരു 4-5 മണിക്കൊക്കെ ഇടുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും വീഡിയോസ് ഇടുന്നത്, ലോങ് വീഡിയോസ് ഒക്കെ ഇടുന്നത് കേട്ടോ. ഞാനിപ്പോ അങ്ങനെ വീഡിയോസ് ഒക്കെ ഇടുന്നത് വൈകുന്നേരം ടൈമിൽ തന്നെയാണ്. ഷോർട്സും ഞാൻ വൈകുന്നേരം ടൈമിൽ തന്നെയാണ് ഇടുന്നത്. അപ്പോ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് ഇടുകയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ ഞാനിപ്പോ ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് വീഡിയോസ് ഇടുന്നത്. ഷോർട്സ് എല്ലാ ദിവസവും ഞാൻ ഇടാറുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം. അപ്പോഴാണ് നമുക്ക് യൂട്യൂബിന്റെ റെക്കമെൻഡേഷൻ കിട്ടുമല്ലോ. വ്യൂസ് കിട്ടണമെങ്കിലും നമ്മൾ അങ്ങനെ തന്നെ ചെയ്തെങ്കിലേ കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഗൈസ് ഇത്ര ഉള്ളോട്ടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്തേക്കണം കേട്ടോ. അപ്പൊ ഇനിയും നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും ഒക്കെ എന്റെ കൂടെ ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. വീണ്ടും ഞാൻ ഒരുപാട് താങ്ക്സ് പറയുന്നു.